മനോരമ ന്യൂസ് തൃശൂരിൽ നടത്തിയ വോട്ടു കവലയിൽ വന്ന ചർച്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി. അതിൽ വന്ന ഒരു ചോദ്യത്തിന് ഇവിടെയുള്ള BJP-ക്കാർക്ക് ആർക്കെങ്കിലും ഉത്തരമുണ്ടോ എന്നറിയണമായിരുന്നു. ഇതൊരു വെല്ലുവിളിയോ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതോ ഒന്നുമല്ല. ജസ്റ്റ് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ചോദിച്ചതാണ്. പരിപാടിയിൽ പുലികളി സംഘങ്ങളുടെ കോർഡിനേറ്ററായ വ്യക്തി BJP നേതാവിനോട് ലൈവായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയാണത്: നാടെങ്ങും വലിയ ഫ്ലെക്സും പോസ്റ്ററും അടിച്ചു വച്ചിരുന്നു. പുലികളി സംഘങ്ങൾക്ക് സുരേഷ് ഗോപി വക കേന്ദ്ര സർക്കാരിൽ നിന്ന് 3 ലക്ഷം രൂപ വീതം അനുവദിച്ചു എന്ന്. ഇതെന്റെ ഓണസമ്മാനം എന്ന് സുരേഷ് ഗോപി പോസ്റ്റ് ഇടുകയും പ്രസംഗിക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ വച്ച് വെല്ലുവിളിക്കുകയാണ്, ഒരു നയാ പൈസ ഇവിടെ ഏതെങ്കിലും പുലികളി സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ വന്ന് അത് തെളിയിക്കണം. ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. BJP നേതാവ് അതിന് തൃപ്തികരമായ മറുപടി കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ചോദ്യം ചോദിച്ചയാൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളുമാണ്. കാര്യം ശരിയാണ്. നാടൊട്ടുക്കും കേന്ദ്രമന്ത്രിയുടെ ഓണസമ്മാനം എന്ന പേരിൽ ഇക്കാര്യത്തിൽ ഫ്ലെക്സുകൾ വന്നതാണ്. ഫേസ്ബുക്കിലും ഒരാഴ്ച തള്ളുകൾ നിറഞ്ഞിരുന്നു. സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ തുടർന്ന് മാധ്യമങ്ങളിലും വാർത്ത വന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് അനുവദിച്ച പണം എവിടെ പോയി? ഈ ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ഒരു ചർച്ച കണ്ടത്. എൻ്റെ ദൈവമേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഏതെങ്കിലും BJP പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകനോ ആ ചർച്ച കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഒന്നുകിൽ പാർട്ടി മാറിക്കാണും, അല്ലെങ്കിൽ രാഷ്ട്രീയമേ മതിയാക്കി കാണും. എത്രയോ സുജിയ നേരത്തെ പറഞ്ഞു, 90,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം കിഫ്ബി ഫണ്ടിലൂടെ നടപ്പാക്കി. പ്രതിപക്ഷ എം എൽ എമാരുടെ റോഡുകളിൽ, അവരുടെ പാലങ്ങളിൽ ഈ കിഫ്ബി ഫണ്ടിന്റെ സാന്നിധ്യമുണ്ടെന്നേ. 90,000 കോടി ഈ കിഫ്ബി ഫണ്ട് അത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെന്നും പറഞ്ഞ് നമ്മളുടെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയമായ വിധി എഴുതുന്നത് പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ അല്ല, അത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 11-3 11 ഇടങ്ങളിൽ ഇടതുമുന്നണിയും 3 ജില്ലകളിൽ മാത്രമാണ്. എന്താണ് ജില്ലാ പഞ്ചായത്തിൽ 3 വായ്പ? അത് യഥാർത്ഥത്തിൽ ഇൻഡിക്കേഷൻ ആയിരുന്നു. അതാരും തിരിച്ചറിയാതെ പോയി. സ്വർണ്ണക്കടത്തിന്റെ പേരിൽ, ബിരിയാണിയുടെ പേരിൽ, ചെമ്പിന്റെ പേരിൽ ഒക്കെ, ഖുറാന്റെ പേരിൽ, പിന്നെ ഈന്തപ്പഴത്തിന്റെ പേരിലൊക്കെ സ്വർണ്ണക്കടത്ത് നടത്തി എന്നുള്ള വലിയ കഥ ഇങ്ങനെ കെട്ടിച്ചമച്ചു. ആ കഥ കെട്ടിച്ചമച്ച സമയത്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 11 ജില്ലാ പഞ്ചായത്തുകൾ LDF-നോടൊപ്പം നിന്നു. 3 മാത്രമാണ് UDF-ന് കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലാം നോക്കൂ, ഇതിന്റെ നേരെ പ്രതിഫലനമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 42 മണ്ഡലങ്ങളാണ് 20,000-ലധികം ഭൂരിപക്ഷമുള്ളത്. 42 മണ്ഡലങ്ങൾ. അതായത് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകും മുമ്പ് തന്നെ 42 മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ LDF-നെതിരെ മത്സരമില്ലെന്ന് പറയുന്നത്. 20,000 ആ ഭൂരിപക്ഷം കുറയ്ക്കണമെങ്കിൽ അത്രയും വലിയ ആന്റി ഇൻകുംബൻസി MLA-ക്കെതിരെയും ഉണ്ടാവണം, സർക്കാരിനെതിരെയും ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇല്ല എന്നുള്ളതാണ്. ഞാനത് പറയാം. എന്താണ് LDF-ന്റെയും UDF-ന്റെയും സാധ്യത എന്നുള്ളത് തിരുവനന്തപുരത്തിന്റെ DCC പ്രസിഡന്റ് പാലോട് രവി ജലീൽ പുല്ലമ്പാറയോട് പറഞ്ഞൊരു വാചകമുണ്ട്. കുടുംബസംഗമത്തിൽ വെച്ച് പറഞ്ഞ വാചകം നമ്മൾ വലിയ വാർത്തയാക്കിയതാണ്. സമയത്തിന് നോട്ടീസ് അടിച്ച് സ്ഥാനാർത്ഥികൾ പോയില്ലെങ്കിൽ നടക്കില്ല, വോട്ട് ചെയ്യില്ല, വീട്ടുകാരുമായി സമ്പർക്കം വേണം. 60 അസംബ്ലി മണ്ഡലങ്ങൾ വളരെ നിർണായകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് ഉച്ചകുത്തി വീഴും എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതോടെ ഈ പാർട്ടിയുടെ സൗകര്യമാവും. പറയുന്നത് ഒരു ജില്ലയിലെ DCC പ്രസിഡന്റാ. കഷ്ടിച്ച് ഒരു 6-7 മാസം മുൻപ് നടന്ന സംഭാഷണമാണിത്. എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. അടിസ്ഥാനമായി അവിടെയാണ് ആന്റി ഇൻകുംബൻസി ഈ 11 ജില്ലാ പഞ്ചായത്തുകളുടെ ഡിവിഷനുകളിലേക്കും ഉണ്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 69 നിയമസഭാ മണ്ഡലങ്ങളിൽ 10,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള LDF-ന്റെ മണ്ഡലങ്ങളിലെ MLA-മാർക്കെതിരെയുള്ള ആന്റി ഇൻകുംബൻസിയും സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകുംബൻസിയും എത്രത്തോളം ശക്തമാണ് എന്നുള്ളത്. ഒരു ആന്റി ഇൻകുംബൻസി തീരുമാനിക്കുന്നത് എന്താ? ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ കാര്യമായ പ്രയാസം സംഭവിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതുപോലെ മാസങ്ങളുടെ പെൻഷൻ കുടിശ്ശികയുണ്ടോ? ചോദ്യം നമ്പർ 1. മാസങ്ങളുടെ പെൻഷൻ കുടിശ്ശികയില്ല. മാത്രവുമല്ല, പെൻഷൻ 400 രൂപ കൂട്ടി 2,000 രൂപയായി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2 പെൻഷൻ അംഗങ്ങളുള്ള ഒരു വീട്ടിൽ 4,000 രൂപ കിട്ടുന്നു എന്ന് മാത്രമല്ല, ഡിസംബർ മാസം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കുടിശ്ശികയടക്കം 1,600 രൂപ കുടിശ്ശികയും 2,000 രൂപ ഈ മാസത്തെ പെൻഷനും അടക്കം 3,600 രൂപ, 3,600 7,200 രൂപ ഒരു വീട്ടിലേക്ക് വരികയാണ്. ആ വീട്ടിലൊരു വീട്ടമ്മയുണ്ടെങ്കിൽ 1,000 രൂപ വരികയാണ്. വീട്ടമ്മമാരെ ചെറുതാക്കി കണക്കാക്കണ്ട. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും സ്വാധീനം ചെലുത്താൻ പോകുന്നത് ഈ 10,000 രൂപ അവിടുത്തെ വീട്ടമ്മമാരുടെ അക്കൗണ്ടിലേക്ക് 1,25,00,000 ആളുകളുടെ വീട്ടിലേക്ക് പോയത് NDA-ക്ക് അനുകൂലമായിട്ടുള്ള മാറ്റമാകുമെന്ന് എക്സിറ്റ് പോളിന്റെ ട്രെൻഡ് നമ്മുടെ മുമ്പിൽ കിടക്കുക. ക്ഷേമപ്രഖ്യാപനങ്ങൾ ചെറുതല്ലാത്ത വിധത്തിൽ സ്വാധീനമുണ്ടാക്കും. അത് വോട്ട് വാങ്ങലല്ല,
അത് വോട്ട് ഏതെങ്കിലും തരത്തിൽ ഔദാര്യത്തോടു കൂടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ജനങ്ങളുടെ അവകാശമാണ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. പെൻഷന്റെ കാര്യത്തിൽ അതുണ്ടാവും. പെൻഷന്റെ കാര്യത്തിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യമില്ലേ, എക്സിറ്റ് പോളിനെ വെച്ചാൽ ഞാൻ ഈ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ഭരണം വരുന്നത് അവിടെ ജനങ്ങൾ അനുഭവിച്ചറിയണം. ഇപ്പൊ എനിക്ക് അനുഭവിച്ചറിയാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കണക്കുകൾ, ഡാറ്റ സംസാരിക്കട്ടെ. ഞാൻ ഒറ്റ കണക്ക് മാത്രം പറയാം. ഞാൻ ഒരുപാട് കണക്കുകൾ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണല്ലോ. പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലുണ്ടായ വർധന, ഇതൊന്നും നമ്മൾ പുറത്തധികം പറയില്ല കേട്ടോ. പ്രതിശീർഷ വരുമാനത്തിൽ അതാണല്ലോ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ 12ാം സ്ഥാനത്തായിരുന്നത് 7ാം സ്ഥാനത്തേക്ക് കുതിച്ചിട്ടുണ്ട് 2021 മുതൽ 25ലേക്ക് എത്തുമ്പോൾ. എത്രയാ പ്രതിശീർഷ വരുമാനം? നമ്മളുടെ പ്രതിശീർഷ വരുമാനം നേരത്തെ ഉണ്ടായിരുന്നത് 1,94,232 രൂപയാണെങ്കിൽ 2022-2021 കാലത്ത് ഇപ്പോൾ അത് 3,08,338 രൂപയായിട്ട് ഉയർന്നു. പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു. ഏകദേശം ഡബിൾ. 4 വർഷം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റമാണ്. ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നത്? ഇത് ജനങ്ങൾക്ക് അവർക്ക് ലഭ്യമാകുന്ന തൊഴിലവസരങ്ങളിലൂടെയാണ് സാധ്യമാവുന്നത്. എങ്ങനെയാണ് തൊഴിലവസരം സാധ്യമാവുന്നത്? സംസ്ഥാനത്ത് സംരംഭങ്ങൾ തുടങ്ങുകയും ആ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്താൻ ആളുകൾ വരികയും ചെയ്യണം. ഇന്നലെയല്ലേ ഒരു പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരിന് കിട്ടിയത്? എന്തായിരുന്നു സാർ ആ പുരസ്കാരത്തിന്റെ പേര്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. 2ാമത്തെ തവണയല്ലേ 1ാം സമ്മാനം കിട്ടുന്നത്? കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് സുജയ പാർവതി. പീയൂഷ് ഗോയൽ. അതാണ് പീയൂഷ് ഗോയലാണ് കൊടുത്തത്. അത് ഞാൻ പറഞ്ഞത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അത് CJP ആണെന്ന് പ്രേക്ഷകർ പറയരുത്. കാരണം കേന്ദ്ര സർക്കാർ വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലുള്ള പുരസ്കാരം കൊടുക്കുന്നത്. ഇത്തവണ 3 കാറ്റഗറി അല്ല 4 കാറ്റഗറിയിൽ നമ്മൾ ഒന്നാമത്. ഫാസ്റ്റ് മൂവിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഇഴയുന്ന കൊമ്പൻ എന്നായിരുന്നല്ലോ ശശി തരൂർ വിശേഷിപ്പിച്ചത്. അത് കുതിക്കുന്ന കടുവയായി മാറി എന്ന് ശശി തരൂർ എഴുതിയതുപോലെയാണ്. ഇവിടെ കേവലം 5 മിനിറ്റിനുള്ളിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അത് എല്ലാ സംസ്ഥാനങ്ങളും മത്സരിച്ച വാണിജ്യ വ്യവസായ വകുപ്പ് ഇൻഡെക്സിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തുടർച്ചയായി 2ാമത്തെ തവണയും 344ഓളം വിഷയങ്ങളിൽ 340 എണ്ണത്തിലും നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഭരണനിർവഹണത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് വീട്ടിലേക്ക് സേവനം എത്തിയില്ലേ? സ്മാർട്ട് സർവീസുകൾ വീട്ടിലേക്ക് പഞ്ചായത്ത് എത്തിയില്ലേ? വിവാഹമാണെങ്കിലും ശരി, അത് ഇനി വിവാഹമോചനമാണെങ്കിലും ശരി, അതിന് പക്ഷേ വീട്ടിലേക്ക് എത്തില്ല, അത് കോടതി പോയി സാധ്യമാവണം. മരണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുക? നേരിട്ട് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധുക്കൾക്ക് കിട്ടുന്ന സാഹചര്യം, ബർത്തിന്റെ കാര്യത്തിൽ കിട്ടുന്ന സാഹചര്യം, ഇതെല്ലാം സേവനങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആന്റി ഇൻകുംബൻസി എങ്ങനെ വിലയിരുത്തുക? ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മോശം സംഭവിക്കണം. അങ്ങനെയല്ലോ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ പ്രതിശീർഷ വരുമാനത്തിലുള്ള വർധനവ്, ജനക്ഷേമ പദ്ധതികളുള്ള വർധനവ്, അത് ചെറിയ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഇതേ സർക്കാർ തന്നെ കുറെ വർഷം തുടരുമല്ലോ. അങ്ങനെ എങ്ങനെ കേന്ദ്രത്തിൽ തുടരാൻ പോകുന്നത്? കേന്ദ്രത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ പ്രതിനിധി ആദിൽ പാലോട് ബീഹാറിൽ പോയപ്പോൾ കാണിച്ച ലേബർ റൂമിനകത്ത് പായൽ പറ്റി പിടിച്ചിരുന്നു. അവിടെ ഡോക്ടർമാർക്ക് പകരം പ്രസവം എടുക്കാൻ വരുന്നത് ഹെഡ് നഴ്സാ. മാനത്ത് കാർമേഘം വന്ന സ്കൂളില്ല. അധ്യാപകരോട് ചോദിച്ചു പറഞ്ഞു കുട്ടികൾ എവിടെ? അത് മാനത്തൊരു മേഘമുണ്ട്, അതുകൊണ്ട് കുട്ടികളെ ഇന്ന് സ്കൂളിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചു. അവിടെ അധ്യാപകർ ഇരുന്ന് കളിക്കുക. ഇതാണ് അവിടുത്തെ അവസ്ഥ. നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. കിട്ടേണ്ട ഫണ്ട് മുഴുവൻ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് സ്കൂളുകൾ മെച്ചപ്പെട്ടു. ഈ സ്കൂളുകളിലേക്ക് എൻറോൾ ചെയ്ത കുട്ടികളുടെ എണ്ണത്തിൽ 2020 കൂടുതൽ വർധനയുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്ന സ്കൂൾ പക്ഷേ നമുക്ക് തരാനുള്ള 57,000 കോടി എവിടെ? നമ്മൾ ഇത് രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ നമുക്ക് കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടണ്ടേ? അതിൽ കേന്ദ്രത്തിന്റെ വിഹിതമായി നമുക്ക് കിട്ടേണ്ട തുകയിൽ വന്നിരിക്കുന്ന 57,000 കോടിയുടെ ഇടിവ് ആ സമയത്ത് സുജയ് ഇത് പറഞ്ഞില്ലല്ലോ. കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇതാണ് എന്റെ ചോദ്യം. അതിനുവേണ്ടി രാഷ്ട്രീയമായി പോരാടുന്ന ഒരു സംസ്ഥാനമാണ് യുണൈറ്റഡ് കേരള റിപ്പബ്ലിക്. ആയിക്കോട്ടെ, പക്ഷേ നോക്കൂ, ഇപ്പൊ കണ്ടാൽ കേരളത്തിനുള്ള വിഹിതം എങ്ങനെയൊക്കെ തടയാമോ? ആദ്യം കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു. എത്രയോ സുജയ നേരത്തെ പറഞ്ഞു 91,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം കിഫ്ബി ഫണ്ടിലൂടെ നടപ്പാക്കി. പ്രതിപക്ഷ എം എൽ എമാരുടെ റോഡുകളിൽ, അവരുടെ പാലങ്ങളിൽ ഈ കിഫ്ബി ഫണ്ടിന്റെ സാന്നിധ്യമുണ്ടെന്നേ. 91,000 കോടി ഈ കിഫ്ബി ഫണ്ട് അത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെന്നും പറഞ്ഞ് നമ്മളുടെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. പെൻഷൻ ഈ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പെൻഷൻ ഫണ്ട് കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരേ സമയം കേന്ദ്രത്തോട് പോരടിച്ചുകൊണ്ട് നമുക്ക് പ്രതിശീർഷ വരുമാനം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീട്ടമ്മമാർക്ക് അവരുടെ ആത്മാഭിമാനത്തിന് അംഗീകാരമായി 1000 രൂപയെങ്കിലും അവരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ, എന്തിനേറെ പറയുന്നു നമ്മളുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ. ഏറ്റവും വലിയ തമാശ എന്നറിയോ എൻ്റെ അഗസ്റ്റിൻ? മാധ്യമങ്ങൾ എല്ലാവരും നമ്മളടക്കം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസമായല്ലോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കഴിഞ്ഞിട്ട്. ഈ സർക്കാരിന്റെ ഡെഫിനിഷനിൽ പെട്ടിരിക്കുന്ന ഒരു രേഖയും ഇല്ലാതെ അഗതികളായി, നമുക്ക് ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കാം, അഗതികളായിട്ടുള്ള മനുഷ്യരെ എത്ര മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി? എത്ര പ്രതിപക്ഷത്തിന് കണ്ടെത്താൻ പറ്റി? ഒരു MLA വന്നിട്ട് എന്റെ പഞ്ചായത്തിൽ അഗതികളുണ്ട് എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് കണ്ടു. ആ പഞ്ചായത്തിലെ ഒരു അഗതി ഈ പറയുന്ന അഗതിയെ അതിദരിദ്രനെ കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതായത് ഇനിയിപ്പോ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാ.
ആളുകളെല്ലാം പോവാണ്. ഏതെങ്കിലും ഒരു മുറുക്കാൻ കടയ്ക്ക് തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന് ഈസ് ഓഫ് ഡൂയിങ് പദ്ധതിക്കേറ്റ തിരിച്ചടിയാണെന്ന മറ്റുള്ള പ്രചരണത്തിന് വേണ്ടി അതും ഏൽക്കുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ആന്റി ഇൻകംബൻസി നിശ്ചയിക്കുന്ന ഏറ്റവും കൂടുതൽ അഴിമതി കേൾക്കേണ്ട വകുപ്പ് എക്സൈസ് വകുപ്പ് അഴിമതിയുണ്ടോ? എക്സൈസ് വകുപ്പ് അഴിമതിയുണ്ടോ? ഇനി ആരോഗ്യ വകുപ്പിൽ ഈ പറയുന്നത് പോലെ മന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? വ്യവസായ വകുപ്പ് അതാണ് പറഞ്ഞേ PWD. അതെ, ഈ വ്യവസായത്തിനും PWD-യിലൊക്കെ 9 വർഷം ഒരു അഴിമതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ അവസ്ഥ? ഏതോ പാലമൊക്കെ തകർന്ന് ഉദ്ഘാടനം ചെയ്ത പാലം തകർന്നത് ബോംബെയല്ല. ആ ഉദ്ഘാടനം ചെയ്ത ആളുടെ പേരും നരേന്ദ്രമോദി എന്ന. ഉദ്ഘാടനം ചെയ്ത പാലത്തിൽ വിള്ളൽ വന്ന റോഡിൽ വിള്ളൽ വന്ന എക്സ്പ്രസ് ഹൈവേല. ആ എക്സ്പ്രസ് ഹൈവേ നിർമ്മിച്ചത് അയ്യോ, ഞാനത് പറയാനിരിക്കുന്നു. അത് സുജയ് തന്നെ പറഞ്ഞതല്ലോ. ആ റോഡ് ഏതാണ്? ആ പാലം ആരാ നിർമ്മിച്ചേ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, നിതിൻ ഗഡ്കരിയുടെ വകുപ്പാ ആ റോഡ് നിർമ്മിച്ചത്. റോഡിന്റെ ഭാഗമാണ് പാലം. റോഡിന്റെ ഭാഗമൊന്നുമല്ല. അതെന്താ നിങ്ങൾ പറയുന്ന ദേശീയപാതയെ കുറിച്ച് ഞാൻ പറഞ്ഞത് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അല്ല, ആ കമ്പനിയെ കരിമണൽപ്പെടുത്തുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞത് മുഹമ്മദ് റിയാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാലമാണ്. ബിജെപിയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക കൊടുത്ത കമ്പനിയുടെ പേര് റിയാസിന്റെ പാലം തകർന്നതൊക്കെ അവിടെ ചർച്ച. ഏത് പാലം തകർന്നാലും നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ഗഡർ താഴെ വീഴുന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരു PWD മിനിസ്റ്ററെ കുറ്റപ്പെടുത്താൻ പോയാൽ ഇന്ത്യയിൽ എത്ര ഇടത്ത് കുറ്റപ്പെടുത്തേണ്ടി വരും? ഇത് നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞത് ദേശീയപാതകൾ. നിർമ്മാണം അതല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. അപ്പോ ഏത് തരത്തിൽ നമ്മൾ എടുത്തു നോക്കിയാലും ആന്റി ഇൻകംബൻസി നിശ്ചയിക്കുന്ന 3 ഘടകങ്ങൾ. ഒന്ന്, ജനങ്ങളുടെ അടിസ്ഥാന ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റം. അതിലൊരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് ഈ കണക്കുകൾ വെച്ച് പറ്റും. രണ്ടാമത്തത്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ, കിഫ്ബിയുടെ കാര്യത്തിൽ. 3, നിക്ഷേപ സൗഹൃദമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ കണ്ടില്ലെന്ന് നിൽക്കാൻ പറ്റുക? ഇനി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിലെന്താണോ ഈ അന്വേഷണം വരുന്നത് അതിൽ സർക്കാർ ഇടപെടാതെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന K. ജയകുമാർ അല്ലേ, ഒരു കറയുമില്ലാത്ത മനുഷ്യനെയല്ലേ നിയമിച്ചിരിക്കുന്നത്? ആ മനുഷ്യനെ നിയമിക്കുന്നു എന്നത് തന്നെ ഇതിലൊന്നും സർക്കാരിന് ഒളിക്കാനില്ല എന്നതിന്റെ തെളിവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകാരികമായ വിഷയങ്ങൾ കത്തിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ടാക്കാനുള്ള ശ്രമം പരാജയപ്പെടും. അതിന്റെ സൂചന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുതല്ല കണക്ക്. എത്ര പഞ്ചായത്ത് കയ്യിലിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു. 941-ൽ 571 പഞ്ചായത്തും ഇരിക്കുന്നത് LDF-ന്റെ കയ്യിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാൽ മാത്രമാണ്, ബ്ലോക്ക് പഞ്ചായത്തിൽ 113 എണ്ണം അല്ലെ. ഇനിയിപ്പോ നോക്കൂ, ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ 14-ൽ 11. UDF വെറുതെ ഇരിക്കേണ്ട കാര്യം. UDF വേണം, ശക്തമായ UDF ഇവിടെ വേണം, ശക്തമായ UDF വേണം, ശക്തമായ പ്രതിപക്ഷമായിട്ട് അവർ തുടരണം, ഒരു സംശയമില്ല.